ദൈനംദിന ജീവിതത്തിൽ കർമ്മനിരതരായി മുന്നോട്ട് പോകാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന നമുക്ക് അങ്ങനെ ആവാൻ സാധിക്കാറുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരം. അവന് സന്തോഷകരമായത് വല്ലതും സംഭവിച്ചാൽ അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നു. ഇനി വല്ല ആപത്തും സംഭവിച്ചാലോ ദൈവവിധിയിൽ ക്ഷമ പാലിക്കുന്നു. അപ്പോൾ രണ്ടവസ്ഥകളും അവന് നന്മയായിട്ട് ഭവിക്കുകയാണ് ചെയ്യുന്നത്. പാപങ്ങൾ നിറഞ്ഞ കഴിഞ്ഞ കാലത്തെ ഓർത്ത് നിരാശനും നിഷ്ക്രിയനുമായിരിക്കുന്ന മനുഷ്യനോട് ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാവരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. വരൾച്ച ബാധിച്ച ഒരു ഗ്രാമത്തിന്റെ കഥയുണ്ട്. ദീർഘകാലം മഴ ലഭിക്കാത്തതിനാൽ വരൾച്ച രൂക്ഷമായ സന്ദർഭത്തിൽ ഗ്രാമവാസികളെല്ലാം ഒത്തുകൂടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിശ്ചിത ദിവസം എല്ലാവരും മൈതാനത്തെത്തി. എല്ലാവരുടെയും മുഖത്ത് വിഷമവും ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ അക്കൂട്ടത്തിലൊരു കുട്ടി കയ്യിലൊരു കുടയുമായിട്ടാണ് കടന്നു വന്നത്. അവനെ കണ്ടപ്പോ ആളുകളൊക്കെ പരിഹസിച്ചു. ആകാശത്ത് ഒരു തരി മേഘം പോലും ഇല്ല, പിന്നെ എന്തിനാണ് ഈ കുട? ആ കുട്ടി നിഷ്കളങ്കതയോടെ മറുപടി പറഞ്ഞു, നമ്മൾ എല്ലാവരും കൂടി പടച്ചവനോട് പ്രാർത്ഥിക്കാൻ പോവുകയല്ലേ. പ്രാർത്ഥന കഴിഞ്ഞാൽ മഴ പെയ്യും, അപ്പോഴെനിക്ക് നനയാതെ വീട്ടിലെത്താലോ. നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവന് നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം, അത് നമ്മിൽ പ്രതീക്ഷയുണ്ടാക്കുന്നു, ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. വിശ്വാസത്തോടും പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടി റമദാനിൽ വ്രതമനുഷ്ഠിക്കുന്ന നാം ഏവർക്കും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹവും പാപമോചനവും ലഭിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.